ഏവർക്കും നമസ്കാരം, വണക്കം, വന്ദനം. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ഒരു ദിശാബോധം നൽകുന്നതിന് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം ലോക പ്രശസ്തമാണ്. ഈ വാക്യം ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും കാണാപ്പാഠം അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ കാണാപ്പാഠം ആകുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുവാൻ ഒരടിസ്ഥാനമില്ല. അങ്ങനെ വിചാരിക്കുന്നത് പലപ്പോഴും അസ്ഥാനത്താണ് എന്നുകൂടെ തിരിച്ചറിയത്തക്കവണ്ണമാണ് ഇന്നത്തെ ചിന്ത എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ വാക്യത്തിലൂടെ ആത്മീയമായ ബൗദ്ധികമായ നമ്മുടെ സക്രമത്തിലേക്ക് ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് ആ വാക്യം വായിക്കാം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവ് ഉണ്ടാകും. കോതമ്പ് മണി വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ അധിക ഫലം കായ്ക്കും. ഈ ഒരു വാക്യം നമ്മുടെ ഏവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ട് നാളേറെയായി. എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്ത് എന്നതിനെപ്പറ്റി വേണ്ടതുപോലെ അന്വേഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു കുറവ് നികത്തത്തക്കവണ്ണം ഈ വചനം ദൈവം നമുക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിഭജിച്ച് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ചിന്ത ആരംഭിക്കാം. കോതമ്പ് മണി വീണ് ചാകുക എന്ന ആ ഒരു പ്രയോഗം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിതയ്ക്കപ്പെടുക എന്നതാണ്. ഗോതമ്പ് മണി വിതയ്ക്കപ്പെടുന്നില്ല എങ്കിൽ, ഒരു ഗോതമ്പ് മണി വിതയ്ക്കപ്പെടുമ്പോൾ അത് വീണ് ചാകുകയാണ്. അത് അതിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തവും അതിൽ നിന്ന് വിശാലവുമായ ഒരു അവസ്ഥയിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് അത് പ്രവേശിക്കേണ്ട ആവശ്യമുണ്ട്. ആ പ്രക്രിയയാണ് വിതയ്ക്കുക എന്ന പദം കൊണ്ട്, അല്ലെങ്കിൽ ക്രിയ കൊണ്ട്, വെർബ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഒരു ഗോതമ്പ് മണി വിതയ്ക്കപ്പെടുന്നതുവരെ അതിൻ്റേതായ പരിമിതപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നു. പരിമിതപ്പെട്ട് കഴിയുന്നു. അത് തനിയെ ഇരിക്കുന്നു. തനിയെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മണി ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയ്ക്ക് അപ്പുറത്തുള്ള, അതിനതീതമായ ഒരു വലിയ ലോകം, അതുമായി യാതൊരു ബന്ധവുമില്ലാതെ തനിക്ക് തന്നെ മതിയായവനാണ് അല്ലെങ്കിൽ മതിയായവളാണ്, എനിക്ക് ഒന്നിനോടും ബന്ധപ്പെടേണ്ട ആവശ്യമില്ല, അങ്ങനെ ബന്ധപ്പെടുന്ന അപകടമാണ്, തട്ടുകേടാണ്, എനിക്ക് ഏറ്റവും അഭികാമ്യമായ അവസ്ഥ, ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, എൻ്റെ ലോകത്തിൽ ആരും നുഴഞ്ഞു കയറുവാൻ ഞാൻ സമ്മതിക്കുകയില്ല, ആർക്കും അവിടെ ഇരിപ്പിടമുണ്ടാകുകയില്ല, കാലുകുത്താൻ പോലും ഇടം കൊടുക്കുകയില്ല. അങ്ങനെ സ്വയത്തിൻ്റെ ഭദ്രതയിൽ, സ്വയത്തിൻ്റെ കൃത്രിമമായ അപകടകരമായ ഭദ്രതയിൽ, ഡേഞ്ചറസ് ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ സൂയിസൈഡൽ സെക്യൂരിറ്റി, ആത്മഹത്യാപരമായ ഭദ്രത, സൂയിസൈഡൽ സെക്യൂരിറ്റി, ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് എക്സിസ്റ്റൻഷ്യൽ ഇൻസെക്യൂരിറ്റി. അത് തിരിച്ചറിയാൻ കുറേ സമയമെടുക്കും. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഈ അവസ്ഥ ജീവൻ്റെ മർമ്മത്തിന് വിരുദ്ധമാണ് എന്ന വലിയ വെളിപ്പെടുത്തലാണ് കർത്താവ് ഈ പ്രസ്താവനയിൽ കൂടെ നടത്തുന്നത് എന്ന് നാം ആദ്യമേ തിരിച്ചറിയണം.
അത് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ ഒരു പ്രക്രിയ ശ്രദ്ധിക്കുക. അമ്മയുടെ ഉദരത്തിൽ ഉരുവായി വളർന്ന് അതിൻ്റെ കാലത്തികവിൽ ഒരു ശിശു ജനിക്കുമ്പോൾ അത് അതുവരെയും ആയിരുന്ന ഏറ്റവും സുരക്ഷിതമുണ്ടായിരുന്ന ഇടത്തു നിന്ന്, there is no place and there is no state in the world more secure than being in the womb of the mother. സെക്യൂറാണ്, സേഫാണ്, എല്ലാം ലഭിക്കും, ആവശ്യമുള്ളതെല്ലാം ലഭിക്കും, ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. വാസ്തവത്തിൽ നമുക്ക് പറയാൻ കഴിയും, 10 മാസം എൻ്റെ അമ്മ എൻ്റെ ലോകമായിരുന്നു, എനിക്ക് ഒരു മുട്ടുമുണ്ടായില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അപ്പോൾ ഗർഭസ്ഥമായ ഒരു ശിശുവിന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അതിങ്ങനെ പറയുമായിരുന്നു, എൻ്റെ അമ്മ എൻ്റെ ലോകമാണ്, എനിക്ക് ഒരു മുട്ടും ഉണ്ടാകുകയില്ല. ഐ ഷാൽ ലാക്ക് നത്തിങ്, ഐ ലാക്ക് നത്തിങ്. ഇത് മനസ്സിലാക്കുക. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് അതിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ ആ കുഞ്ഞ് വളരെ സുരക്ഷിതമായ ആ ഒരു അവസ്ഥയിൽ നിന്ന് ബാഹ്യലോകത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ നമുക്കറിയാം കുഞ്ഞ് കരയുന്നു. എന്താണ് കരയുന്നത്? അതിമനോഹരമായ, വളരെ അഭികാമ്യമായ, അതുല്യമായ ഒരു ലോകം എനിക്കിതാ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനിവിടെ വളരെ സുഖമായും വളരെ എന്താണ് പറയുന്നത്, സെക്യൂറായും സുരക്ഷിതമായും, സുഖമായും സുരക്ഷിതമായും ഒരല്ലലുമില്ലാതെ ഞാൻ കഴിയുകയായിരുന്നു. ഇതാ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ പ്രവേശിക്കുന്ന ലോകത്തെപ്പറ്റി എനിക്കൊരറിവുമില്ല. അത് ഞാനിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ്. ഈ ഒരു ഇനി അങ്ങോട്ടുള്ള അവസ്ഥയെ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അതിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ എന്താണ്? വെല്ലുവിളികൾ എന്താണ്? ഇവയെപ്പറ്റി എനിക്ക് അറിയില്ല. എന്നാൽ തികച്ചും അപരിചിതവും അസുരക്ഷിത അവസ്ഥയുടെ ബോധം ജനിപ്പിക്കുന്നതുമായ ഒരവസ്ഥയിലേക്ക് ഞാൻ പോകുവാൻ നിർബന്ധിതനായി തീർന്നിരിക്കുന്നു, അല്ലെ എന്നെ തള്ളിവിട്ടിരിക്കുന്നു എന്നോർത്ത് ആയിരിക്കണം ഒരു ശിശു ജനിക്കുമ്പോൾ കരയുന്നത്. ജീവൻ അതിനെ തന്നെ ലോകത്തെ വിളിച്ചറിയിക്കുന്നത് കരച്ചിലിൽ കൂടെയാണ്. ഞാൻ വളരെ സാവകാശമായിട്ട് പറയുന്നതിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള ആശയങ്ങൾ ഉള്ളിൽ പതിക്കുന്നതിന് വേണ്ടിയാണ്. വളരെ വേഗത്തിൽ പറഞ്ഞു പോകാൻ അത്ര പ്രയാസമൊന്നുമില്ല, പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല. പലരും അവിടെ അസ്വസ്ഥത കൊണ്ട് താൻ വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത്, കുറച്ച് വേഗത്തിൽ പറഞ്ഞത് തുലയ്ക്കട എന്ന് പ്രതികരിക്കുന്ന ആളുകളുണ്ട്. അവരോട് വളരെ വിനീതമായി എനിക്ക് അറിയിക്കാനുള്ളത്, പ്രസ്താവനകൾ അല്ലെങ്കിൽ നാം നടത്തുന്ന പ്രസംഗങ്ങൾ അല്ലെങ്കിൽ നൽകുന്ന ഉപദേശങ്ങൾ, വിശദീകരണങ്ങൾ, അതിൻ്റെ ഒരു 30% പോലും ഏറ്റവും നല്ലതായി ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുവാനോ റീറ്റെയിൻ ചെയ്യുവാനോ കഴിയുകയില്ല എന്നതാണിത് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത്. ആ ഒരു പെർസെൻറ്റേജ്, അതായത് 30%, പറയുന്ന ആൾ വേഗത്തിൽ സംസാരിക്കുമ്പോൾ കുറഞ്ഞു വരും. ഇപ്പോൾ ഞാനിപ്പോൾ വേഗത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ സമയം കുറച്ച് ലാഭിക്കാം, പക്ഷേ പറയുന്നതൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ വേഗത്തിൽ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അത് വലിയ മിഥ്യയാണ്. ഈ യുഗം നിങ്ങളുടെ ആത്മാവിൽ വിഷം കലർത്തിയത് കൊണ്ട്, ആ വിഷത്തിൻ്റെ ഫലമായി നിങ്ങൾ അസ്വസ്ഥരായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊട്ടും സമയമില്ല എന്ന ഒരു പ്രതീതിയിൽ നിങ്ങളെ തളച്ചിട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. മനഃപൂർവ്വമായി നിങ്ങൾ നിങ്ങളുടെ ക്ഷമിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കണം. ഞാൻ അനന്തമായി എൻ്റെ അക്ഷമയോട് യുദ്ധം ചെയ്യുന്ന മനുഷ്യനാണ്. എല്ലാവരെയും പോലെയുള്ള ബലഹീനത എനിക്കുമുണ്ട്, പക്ഷേ ആ ബലഹീനതകളോട് ഞാൻ യുദ്ധം ചെയ്യും. അതിന് കീഴ്പ്പെട്ടിരിക്കുന്നത് ഒരു നേട്ടമോ അഭിമാനവും ആരും കരുതരുത്. ഏതായാലും പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഗോതമ്പ് മണി വീണ്
ചാകുക എന്ന അവസ്ഥയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജനനം തന്നെ ഈ ഗോതമ്പ് മണി വീണ് ചാകുന്ന ആ ഒരു പ്രതീകം അതിൻ്റെ ഒരു ഭാഗമാണ്, പൂർണ്ണമല്ല, ഒരു ഭാഗമാണ്. ജീവൻ മുഴുവനും അടങ്ങിയിരിക്കുന്നൊരു പ്രക്രിയയാണ് യേശുവോട് പ്രതിപാദിക്കുന്നത്. അതൊരു പക്ഷേ ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. മനുഷ്യജീവിതം ആകമാനം ഈ വിതയ്ക്കലിൻ്റെ പ്രക്രിയയാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു വിതയ്ക്കലാണ്. വളരെ ശ്രദ്ധിച്ചും സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു ആത്മീയമായ വെളിപ്പെടുത്തലാണ് യേശു നടത്തുന്നതെന്ന് ദയവായി നിങ്ങൾ തിരിച്ചറിയുക. ക്ഷമയോടെ തിരിച്ചറിയുക. നിങ്ങളുടെ ആത്മാവിൻ്റെ കവാടങ്ങൾ തുറന്ന നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ജീവൻ്റെ വെളിപ്പെടുത്തലുകൾ സ്വീകരിപ്പാൻ നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു പോവുകയാണ്. അപ്പോൾ ജീവൻ്റെ മർമ്മം ഇതാണ്. ഇപ്പോൾ ഗർഭസ്ഥയായ ശിശു പറയുകയാണ്, എനിക്കങ്ങനെ റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനിവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞാൽ ആ ഗർഭസ്ഥമായ ഭ്രൂണവും അതിനെ വഹിക്കുന്ന അമ്മയും മരിച്ചു പോകും. അത് മരണത്തിൻ്റെ മർമ്മമാണ്. വിതയ്ക്കപ്പെടാതിരിക്കുന്നത് മരണത്തിൻ്റെ മർമ്മമാണ്. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ്. ഇപ്പം മനുഷ്യൻ്റെ മരണം, ഇപ്പം ഞാൻ മരിക്കും, നിങ്ങളുടെ ഓരോരുത്തരും മരിക്കും. മരണത്തെപ്പറ്റി ഭീതി എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയട്ടെ. മരണത്തെപ്പറ്റി കുറച്ചുകൂടെ വെളിച്ചമേറിയ ചിന്തകൾ വെച്ചു പുലർത്തുവാൻ എന്നെ സഹായിക്കുന്ന ഒരറിവ് നിങ്ങളിലേക്ക് ഈ തരുണത്തിൽ ഞാൻ പകർന്നു കൊള്ളട്ടെ. നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം. ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ മരണം മനുഷ്യജാതിയുടെ പിറവിയുടെ, മനുഷ്യരാശിയുടെ അല്ലെങ്കിൽ മനുഷ്യജാതിയുടെ തുടർച്ചയുടെ, പിറവിയുടെ തുടർച്ചയുടെ അനിവാര്യ ഘടകമാണ്. ഞാൻ മരിച്ചില്ല എങ്കിൽ മനുഷ്യരാശി മരിച്ചു പോകും. ഞാൻ മരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യരാശി തുടർന്നു പോകുന്നത്. ഇപ്പോൾ നാം ആരും മരിക്കുന്നില്ല എന്ന് വിചാരിച്ചു. നാം മരിക്കുന്നില്ല എങ്കിൽ ഈ ലോകത്തിൽ മനുഷ്യജാതിക്ക് നിലനിൽപ്പുണ്ടാകുകയില്ല, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ മരണമെന്ന് പറയുന്നത് തന്നെ ഒരു വിതയ്ക്കലാണ്. എൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്ന വിത്ത് നിത്യതയുടെ മണ്ണിൽ വിതയ്ക്കപ്പെടുന്ന അവസ്ഥയാണ് മരണം എന്നതാണ് ആത്മീയമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ ജീവൻ്റെ ആധികാരികമായ മൗലികമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ വിതയ്ക്കൽ എന്ന പ്രക്രിയ പ്രതീകാത്മകമായി യേശു ഉപയോഗിച്ച് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതം എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ ജനനവും മരണവും, ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള എല്ലാ അനുഭവങ്ങളും എല്ലാ സാധ്യതകളും ഉൾക്കൊള്ളും. മനുഷ്യ ജീവൻ്റെ എല്ലാ നാനാമുഖമായ അനുഭവങ്ങളുടെയും സാധ്യതകളുടെയും ആത്മീയമായ സ്വാഭാവികതയാണ് വിതയ്ക്കപ്പെടുകയെന്നത്. ഈ വിതയ്ക്കപ്പെടുന്ന അവസ്ഥയെ മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നത് അത് അപകടമാണ് എന്ന വിധത്തിലാണ്. അപ്പോൾ ഗർഭസ്ഥമായ ഒരു ശിശു അതിന് ബോധമുണ്ടെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളിയിലേക്ക് എറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഉന്തിത്തള്ളി വിടുന്ന ഒരു അപകടമാണ്. അയ്യോ, എനിക്കിത് വേണ്ടായേ എന്ന് പറഞ്ഞിരുന്നാൽ ആ കുഞ്ഞും ആ അമ്മയും മരിച്ചു. അതുപോലെ തന്നെ നമുക്ക് ലോകത്തിൽ അല്പം സമയം അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ നാം ഇവിടുന്ന് പോകേണ്ടവരാണ്. നാം നിത്യതയിൽ വിതയ്ക്കപ്പെടേണ്ട. പക്ഷേ ആ നിത്യത എന്ന് പറയുന്ന ഒരാശയത്തിൽ നാം വിശ്വസിക്കുന്നില്ല എങ്കിൽ ഗോതമ്പ് മണി വീണ് ചത്തു കഴിഞ്ഞാൽ പിന്നൊന്നും ഉണ്ടാകുകയില്ല, അതതിൻ്റെ അന്ത്യമാണ് എന്ന് നാം വിചാരിക്കും. പക്ഷേ ആ വിചാരം ജീവൻ എന്ന് പറയുന്ന മർമ്മത്തിന് വിരുദ്ധമാണ് എന്നതാണ് യേശു വെളിപ്പെടുത്തുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഞാൻ മരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യരാശി നിലനിന്ന് പോകുന്നത്. നാം എപ്പോഴും വിചാരിക്കുന്നത് ഒരു സ്ത്രീ പ്രസവിക്കുന്നത് കൊണ്ട് മാത്രമാണ് മനുഷ്യരാശി
തുടർന്ന് പോകും. നമ്മൾ പെർപെച്യുവേഷൻ ഓഫ് ദ സ്പീഷീസ് എന്ന് പറയില്ലേ, അത് ചിന്തിക്കുമ്പോൾ നാം എപ്പോഴും ജനനത്തെ മാത്രമാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പരാമർശിക്കുന്നത്. അതതിൻ്റെ വലിയൊരു ഭാഗം തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ ആ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു അഡൾട്ടായി അതിൻ്റെ പൂർത്തിക്ക് ശേഷം മരിക്കുന്നതും അത് ജനിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭാവനയാണ്. എൻ്റെ മരണം മനുഷ്യരാശിക്ക് ആവശ്യമായ ഒരു സംഭാവനയാണ്. ഇത് വ്യക്തമായി നാം ധരിച്ചിരിക്കണം. ഇതില്ലാതെ ആത്മീയതയുടെ പക്വതയുള്ള ആശയങ്ങൾ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള ആശയങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് വിശ്വാസത്തിൻ്റെ ജീവിതം വെറും ദൈവത്തോട് ഇരുന്ന് തെണ്ടി യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകളെ കാത്ത് വായിൽ വെള്ളമൂറിയിരിക്കുന്ന പട്ടിക്കുട്ടികളെ പോലെ വിശ്വാസികൾ ഇങ്ങനെ കഴിയുന്നത് അത് ശോചനീയമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഗോതമ്പ് മണി വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കും. ഇനിയും ചാകുക എന്ന് പറയുന്ന ആശയത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ എനിക്കിവിടെ പറയാനുള്ളത്. ഇത് വളരെ വിരോധാഭാസമാണ് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇത് മനുഷ്യ ജീവിത മർമ്മത്തിൻ്റെ അടിസ്ഥാന ഭാഗമാണ്. ഇപ്പോൾ ഗോതമ്പ് മണി അതിന് രണ്ട് തരത്തിലുള്ള അസ്തിത്വങ്ങളുണ്ട്. ഒന്ന്, അത് അതിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞു. നിങ്ങൾക്കൊരു ഗോതമ്പ് മണി എടുത്ത് ഒരു നല്ല ഗ്ലാസ് കൊണ്ടുള്ള കുപ്പി എടുത്ത് നല്ല ക്ലീൻ ചെയ്ത് ഗോതമ്പ് മണി അതിനകത്ത് വെച്ച് സീൽ ചെയ്ത് വെക്കാം. കുറേ നാളതങ്ങനെ ഇരിക്കും, കുറേ നാളിരിക്കും, ഒരു പക്ഷേ 100 വർഷം ഇരുന്നിരിക്കും. പക്ഷേ അതിൽ നിന്നൊന്നും ഉണ്ടാകുകയില്ല. ആ ഗോതമ്പ് മണി 10 സെക്കൻഡ് ജീവിക്കുന്നതും 500 വർഷം ജീവിക്കുന്നതും തുല്യമായി നിഷ്ഫലമാണ്. യാതൊന്നും ഉണ്ടാകുകയില്ല. അതാണ് മരണം. ശാരീരികമായ മരണം എന്താണ്? ഇപ്പോൾ എൻ്റെ ഹൃദയമിടിപ്പിൽ നിന്നും തലച്ചോറിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല, ഞാൻ ശ്വസിക്കുന്നില്ല, അപ്പോൾ ശാരീരികമായ മരണം. അത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രക്രിയകളാണ്. ഞാൻ ശ്വസിക്കുന്നു, എൻ്റെ ഹൃദയമിടിക്കുന്നു, എൻ്റെ തലച്ചോറ് ചിന്തിക്കുന്നു, അതനുസരിച്ച് ചില ക്രിയകൾ ഞാൻ ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ചില ക്രിയകളാണ്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, അവൻ മനുഷ്യജാതിക്ക് ഈ ലോകത്തിന് സൃഷ്ടിക്കാകമാനം ദൈവം നൽകിയ സംഭാവനയാണ്. എല്ലാ സൃഷ്ടിക്കുമായി ദൈവം വിഭാവന ചെയ്ത് നൽകിയ അനുഗ്രഹത്തിൻ്റെ പേരാണ് മനുഷ്യൻ. എന്നാൽ ആ ഒരു തട്ടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് പകരം മറ്റ് മൃഗങ്ങളെപ്പോലെ, മൃഗങ്ങൾ അവയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, ചിന്തിക്കുന്നു, വേട്ടയാടുന്നു, ഭക്ഷിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു, മരിച്ചു പോകുന്നു. അതുപോലെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയും. ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയിൽ മനുഷ്യൻ ജീവിക്കുന്നത് മൃഗങ്ങളെപ്പോലെയാണ് എന്നതിനെപ്പറ്റി എൻ്റെ മനസ്സിൽ യാതൊരു സംശയമില്ല. അങ്ങനെ മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നതാണ് ഈ ലോകത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് വളരെ വ്യക്തമായ ആഴത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു ശാപം എനിക്ക് വരരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. രോഗം വന്നാൽ സാരമില്ല, ദുഃഖം വന്നാൽ സാരമില്ല, മരണം വന്നാൽ സാരമില്ല, പക്ഷേ ഞാൻ മൃഗങ്ങളെപ്പോലെ ആയിപ്പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമുക്ക് ഏവർക്കും അത് പ്രാർത്ഥിക്കണം എന്നതാണ് എനിക്ക് ആത്മാവിൽ നിങ്ങളോട് ഉത്ബോധിപ്പിക്കാനുള്ളത്. ഇനിയും ഇത് നാം കുറച്ചുകൂടെ പ്രാവർത്തികമായി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, വിതയ്ക്കപ്പെടുക എന്നത് മനുഷ്യ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും അടിസ്ഥാന പ്രമാണമാണ്. It is the core principle of human life and existence. ഇനിയും എക്സിസ്റ്റൻസ് എന്ന വാക്കിനെ, അതായത് നാം ജീവിക്കുന്നു, ജീവൻ ഒന്ന്, ജീവിക്കുന്നു, ജീവിതം. എന്താണ് നമ്മുടെ ജീവിതം? എക്സിസ്റ്റൻസ്. ജീവിതത്തിന് ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്, നിങ്ങൾക്കറിയാം, ലൈഫ് ആൻഡ് എക്സിസ്റ്റൻസ്. ഞാനിപ്പോൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എക്സിസ്റ്റൻസ് എന്ന വാക്കാണ്. ഈ എക്സിസ്റ്റൻസ് എന്ന വാക്ക് ലാറ്റിനിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്.
ലാറ്റിനിൽ ഇവിടെ എക്സിസ്റ്റൻസ്, EKSISTER, എക്സിസ്റ്റർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എക്സിസ്റ്റൻസ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിട്ടുള്ളത്. എക്സിസ്റ്റർ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം, അതായത് EXSISTER, എക്സിസ്റ്റർ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്നറിയാം, ബീയിങ് ഔട്ട് ഓഫ് യുവർ സെൽഫ് എന്നാണ് എൻ്റെ അർത്ഥം. ബീയിങ് ഔട്ട് ഓഫ് യുവർ സെൽഫ്. പലപ്പോഴും ഞാൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ ഏത് ഭാഷ പഠിച്ചാലും ഇപ്രകാരമുള്ള അറിവുകൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ പഠിച്ചത് കൊണ്ടുള്ള ചില അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായും ആഴമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇംഗ്ലീഷ് ഭാഷയിൽ വലിയ പ്രാവീണ്യമില്ലാത്തവർക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് ഞാനെൻ്റെ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത്. പക്ഷേ അത് മനസ്സിലാക്കി അതിൻ്റെ ഗുണം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമയുണ്ടാകണം. അക്ഷമരായി ലോകത്തിൽ ഒരു നന്മയും നിങ്ങൾക്ക് പ്രാപിപ്പാൻ കഴിയുകയില്ല. ഇപ്പോൾ ഒരു കർഷകൻ വിത്ത് വിതച്ചിട്ട് അവൻ അക്ഷമനായാൽ അവൻ ഒരിക്കലും കൊയ്ത്ത് ഉണ്ടാകുകയില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇച്ചിരി കപ്പലിൻ്റെ കൃഷി ചെയ്തു. അപ്പോൾ എന്താണ്, എല്ലാ ദിവസവും ഇത് തുരന്ന് മാന്തി നോക്കും, ഇതിനകത്ത് എന്തെങ്കിലും വന്നോ ഇല്ലയോ. ഒരിക്കലും കപ്പലിനെ ഉണ്ടാകാൻ ഞാൻ അനുഭവിച്ചില്ല. അത് അക്ഷമരായിരിക്കുന്നതിൻ്റെ ഒരവസ്ഥയാണ്, ഒരു ഫലശൂന്യതയുടെ അവസ്ഥയാണ്. ഏതായാലും ഇപ്പോൾ എക്സിസ്റ്റൻസ് എന്നാൽ അർത്ഥം എന്താണ്? ബീയിങ് ഔട്ട് ഓഫ് അവർ സെൽസ്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നതാണ് വാസ്തവത്തിൽ ജീവിതം എന്ന് പറയുന്നത്. നാം നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ ഉള്ളിൽ പരിമിതപ്പെട്ടിരുന്നാൽ നാം വെറും ഒരു കല്ല് കഷ്ണമാണ്, ഒരു കല്ല് കട്ടയാണ്. നാം മനുഷ്യരല്ല. നാം മനുഷ്യരാകണമെങ്കിൽ നാം നമ്മുടെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് ബഹിർഗമിക്കണം. എപ്രകാരം അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു ശിശു അതിൻ്റെ കാലത്തികവിൽ വെളിയിലേക്ക് പ്രവഹിക്കുന്നുവോ, അതുപോലെ തന്നെ അത് ജീവൻ്റെ മർമ്മമാകയാൽ ആജീവനാന്തം ആ മർമ്മം പാലിക്കാൻ നാം നിർബന്ധിതരാണ്. നാം നമ്മുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് വെളിയിലുള്ള ലോകത്തിലേക്ക് ദൈവം കൽപ്പിച്ചാക്കിയ നന്മയുടെയും വെളിച്ചത്തിൻ്റെയും പ്രവാഹമാണ്. നാം ഓരോരുത്തരും വെളിച്ചത്തിൻ്റെ പ്രവാഹങ്ങളാണ് എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് വിപരീതമായ ഒരവസ്ഥ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ നല്ല ശമരിയക്കാരൻ്റെ ഉപമയിൽ ചിത്രീകരിക്കുന്നുണ്ട്. മുറിവേറ്റ് കിടന്ന മനുഷ്യനെ കണ്ട പുരോഹിതനും ലേവ്യനും അവൻ മുഖം തിരിഞ്ഞ് നടന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അവർക്ക് അവരുടെ അവസ്ഥയുടെ ബാഹ്യമായി സ്ഥിതി ചെയ്യുന്ന ലോകത്തോട് പ്രതികരിക്കാൻ കഴിവില്ല. തങ്ങളിൽ നിന്ന് ബാഹ്യലോകത്തിലേക്ക് ഒഴുകിപ്പോകാനുള്ള വ്യക്തിത്വം, സ്വാതന്ത്ര്യം, ഉള്ളിലെ സമ്പത്ത് അവർക്കില്ല. ആ ഒരു ചിത്രീകരണമാണ്. അതുകൊണ്ടെന്ത് സംഭവിക്കുന്നു? ആ വ്യക്തി, മുറിവേറ്റ് കിടക്കുന്ന വ്യക്തി മരിച്ചു പോകും. അവൻ മരിച്ചു പോകുമ്പോൾ ആ രക്തത്തിൻ്റെ വില മുഖം തിരിച്ച് നടന്നു പോയി പുരോഹിതനും ലേവ്യനും കൊടുക്കേണ്ടി വരും. അത് ദൈവത്തിൻ്റെ നിയമമാണ്. അത് മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, സ്വർഗത്തിലോട്ട് പോകാനായിട്ട് മുണ്ടുമലയ്ക്ക് നിൽക്കുന്ന ആളുകളോട് ഞാൻ പ്രത്യേകം പറയുകയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, സ്വാർത്ഥപരമായ നമ്മുടെ ജീവിതം കൊലപാതകത്തിന് തുല്യമാണ്. നമുക്ക് രണ്ട് തരത്തിൽ ആളുകളെ കൊലപാതകം ചെയ്യാം. ഒന്ന്, ആളുകളെ നമുക്ക് ആക്രമിച്ച് കൊലപാതകം ചെയ്യാം. രണ്ട്, അവരുടെ ആവശ്യത്തോട് പ്രതികരിക്കാതെ നമ്മുടെ സ്വാർത്ഥപരമായ ആ ഒരു കാഴ്ചപ്പാടിൽ നാം നമ്മെപ്പറ്റി മാത്രം കരുതി മറ്റുള്ളവരെ പറ്റി യാതൊരു ചുമതലയുമില്ലാതെ കഴിയുന്ന അവസ്ഥ നാം മറ്റുള്ളവരെ കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പോൾ കൊല ചെയ്യരുത് എന്ന് 10 കൽപ്പന പറയുന്നില്ലേ? അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കണം. നാം ഒരു വ്യക്തിയുടെയും തൊലിക്ക് പോലും പോറൽ വരുത്തിയില്ല എങ്കിൽ നാം കൊലപാതകം ചെയ്യുന്നവരാണ് ആത്മീയമായി നോക്കുമ്പോൾ. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമ അല്ലെങ്കിൽ സംഭവം
യേശു നൽകിയിട്ടുള്ളത്. ആ ധനവാനായ മനുഷ്യൻ ലാസറിനോട് ഒരു അപരാധവും ചെയ്തില്ല എന്ന് നമുക്ക് ലോകത്തിൻ്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ തോന്നും. അവനെ വഴക്ക് പറഞ്ഞില്ല, അവൻ്റെ നേരെ പട്ടി അഴിച്ചു വിട്ടില്ല, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തില്ല, കോർപ്പറേഷനിൽ പറഞ്ഞില്ല ഈ ജീവിക്കുന്ന ജീർണതയുള്ള ശവം എവിടെയെങ്കിലും കൊണ്ട് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കുക, മദർ തെരേസയുടെ നിർമ്മൽ ഹൃദയത്തിൽ കൊണ്ടാക്കുന്നു അയാൾ പറഞ്ഞില്ല. ലാസർ അവിടെ കിടന്നു, ഒരു ശല്യവും ചെയ്തില്ല, പക്ഷെ മരിച്ചുപോയി. എന്താണ് ഈ ധനവാൻ്റെ പ്രശ്നം? എന്താണ്? അവൻ വിതയ്ക്കപ്പെടാത്ത ഗോതമ്പാണ്. അവൻ മരണത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ സമ്പൽ സമൃദ്ധിയിൽ അവൻ വസിക്കുന്നത് ഒരു ശവമായിട്ടാണ്, ആത്മീയമായ ശവമായിട്ടാണ്. ഇതാണ് ഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ. നമ്മുടെ ഇടയിൽ മതപരമായി തന്നെ സഭകളോടുള്ള ബന്ധത്തിൽ അവിടെ മുറ്റി നിൽക്കുന്ന അനീതി കൊണ്ട് മുറിവേറ്റാണ് ഭൂരിപക്ഷം ആളുകളും കഴിയുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ആരോടൊക്കെ ഈ കഴിഞ്ഞ 25 വർഷം സംസാരിച്ചിട്ടുണ്ടോ, മതപരമായുള്ള അവരുടെ അവസ്ഥയെപ്പറ്റി പരാമർശിക്കുമ്പോൾ, അവരും അവരുടെ സഭകളുമായുള്ള ബന്ധത്തെ അവർ വെളിപ്പെടുത്തുമ്പോൾ ആദ്യമായി തെളിഞ്ഞു വരുന്നത് അവർ മൂടി വെച്ചുകൊണ്ടിരിക്കുന്ന മുറിവുകൾ, ആ സഭയുമായുള്ള ബന്ധത്തിലുള്ള മുറിവുകൾ. എന്നാൽ ആ ഒരു യാഥാർത്ഥ്യത്തെ ആരും തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ അനീതി അനുഭവിക്കുന്നൊരു വ്യക്തി നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ സഭാ ജീവിതത്തിൽ കൊണ്ട് അനീതി അനുഭവിക്കുന്നൊരു വ്യക്തി ആരും ആ വ്യക്തിയോട് ചുമതല ബോധത്തോടെ പ്രതികരിക്കുകയില്ല. അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ. ബലാത്സംഗത്തിന് ഇരയായി എന്ന് അവർ തന്നെ വിളിച്ചു പറഞ്ഞ ആ അവസരത്തിൽ അവൾ സഭയിലെ നേതാക്കന്മാർ, കുറഞ്ഞപക്ഷം 3 പ്രായം ചെന്ന അല്ലെങ്കിൽ സീനിയറായിട്ടുള്ള ബിഷപ്പന്മാരുടെ കഥകിൽ ചെന്ന് മുട്ടിയിട്ട് പറഞ്ഞ് എനിക്ക് നീതി വേണം. അവരാരും തിരിഞ്ഞു നോക്കിയില്ല. കാരണം വിതയ്ക്കപ്പെടാത്ത ഗോതമ്പ് മണികളാണവർ എന്നത് അവർക്ക് തന്നെ ഒരു പക്ഷേ അറിവില്ലായിരിക്കും. പക്ഷേ സത്യത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവർ വിതയ്ക്കപ്പെടാത്ത ഗോതമ്പ് മണികളാണ്. അവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. ധനവാനപ്രകാരം വലിയ വസ്ത്ര ആഡംബരത്തിൽ മുഴുകി ജീവിച്ചു. അതേ അവസ്ഥയാണ് നീതിക്കെതിരെ കണ്ണടയ്ക്കുന്ന ഈ മെത്രാന്മാരുടേത് എന്ന് പറയാതിരിക്കാൻ ഒരു മാർഗവുമില്ല. അതാണ് സത്യം. പക്ഷേ സത്യം പറയുമ്പോൾ പലർക്കും അലർജിയുണ്ട്, അവർ തുമ്മാനും തൂറാനും ഒക്കെ തുടങ്ങും. പക്ഷേ എന്താണ് സത്യം? ഇതാണ്. അത് തിരിച്ചറിയുന്നവർ, അതിന് ധൈര്യമുള്ളവർ മനസ്സിലാക്കട്ടെ എന്ന പ്രതീക്ഷയിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ജീവിക്കുന്ന പ്രക്രിയയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും 2 വാക്കുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ജീവിക്കുക, ടു എക്സിസ്റ്റ്, പിന്നെ ജീവിക്കുക, ടു ലിവ്. മനസ്സിലാക്കുക, എക്സിസ്റ്റ്, ലിവ്. ഇത് ഇപ്പോൾ നമ്മുടെ മനുഷ്യ സാധ്യതയെ 2 കഷ്ണമായി മുറിച്ചാൽ, 2 ഘട്ടമായി തിരിച്ചാൽ അതിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗമാണ് എക്സിസ്റ്റൻസ്, അതിൻ്റെ മേളിലോട്ടാണ് ലൈഫ്. യേശു പറഞ്ഞു ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ. അവിടെ ജീവൻ ലൈഫ് എന്ന വാക്കാണ്. നമ്മളിപ്പോൾ ജീവൻ എക്സിസ്റ്റൻസ് എന്ന ആ തോതിലാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് വളരെ മുൻപോട്ട് പോകുമ്പോൾ മാത്രമേ നാം ജീവിക്കുവാൻ തുടങ്ങുന്നുള്ളൂ, ലിവിങ്. അതർവൈസ് വി ആർ മിയർലി എക്സിസ്റ്റിംഗ്. പക്ഷേ ഈവൻ ടു എക്സിസ്റ്റ് യു ഹാവ് ടു ഗോ ഔട്ട് ഓഫ് യുവർ സെൽഫ്. അങ്ങനെയല്ല സാധാരണ ലോകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് കുറച്ചുകൂടി ആവർത്തിച്ച് വിശദീകരിക്കുന്നത്. ദയവായി വ്യക്തമായി കുറിക്കുക. ഇംഗ്ലീഷിൽ 2 വാക്കുകൾ, എക്സിസ്റ്റൻസ്, ലൈഫ്. അത് ഒരു മനുഷ്യ ജീവിത സാധ്യതകളെ 2ആയി തിരിക്കുമ്പോൾ അതിലേറ്റവും തരം താഴ്ന്നതാണ് എക്സിസ്റ്റൻസ്, മേന്മയേറിയതാണ് ലൈഫ്. ഈവൻ ടു എക്സിസ്റ്റ് വി ഹാവ് ടു ഗോ ഔട്ട് ഓഫ് അവർ സെൽസ്. കാരണം ആ വാക്കിൻ്റെ ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചു, ലാറ്റിനിൽ നിന്ന് കടമെടുത്ത വാക്കാണിത്. എക്സിസ്റ്റേർ, EXSISTERE, എക്സിസ്റ്റേർ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ബീങ് ഔട്ട് ഓഫ് വൺ സെൽഫ്. അങ്ങനെ അത് ജീവൻ്റെ മർമ്മമാണ്. ആ മർമ്മം പ്രകൃതിയിൽ നാം കാണുന്നു. അതാണ് വിതയ്ക്കുക.
ഒരു ഗോതമ്പ് മണി വിതയ്ക്കപ്പെടുമ്പോൾ അത് അതിൻ്റെ അവസ്ഥയിൽ നിന്ന് വെളിയിലേക്കാക്കപ്പെടുന്നു. എ സോൺ grain of wheat is now existing out of itself. അപ്പോൾ അത് വിതയ്ക്കുന്നവരെ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോൺ എക്സിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ 3 സാധ്യതകളുണ്ട്. ഒന്ന്, മരിക്കുന്നതിന് മുമ്പ് തന്നെ 3 സാധ്യതകൾ. ഒന്ന് നോൺ എക്സിസ്റ്റൻസ്, അവിടെ ഉണ്ട് പക്ഷേ നമ്മൾ എക്സിസ്റ്റ് പോലും ചെയ്യുന്നില്ല. അവിടെ നമ്മളവിടെ ഇരിക്കുന്നു, പക്ഷേ ഒരു കല്ലിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മൃഗം അവിടെ കെട്ടിയിടപ്പെടും. അതുപോലാണ് ഭൂരിപക്ഷം ആളും ജീവിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അടുത്ത സ്റ്റേജിൽ നാം എക്സിസ്റ്റ് ചെയ്യുന്നു. വി ആർ വില്ലിങ് ടു ഗോ ഔട്ട് ഓഫ് അവർ സെൽസ്. പക്ഷേ അത് വേണ്ടതുപോലെ നാം നമ്മുടെ സാധ്യതകളോട് ബന്ധം പുലർത്തുന്നില്ല. സർഗാത്മകതയിൽ, അതിൻ്റെ പൂർണ്ണതയിൽ, ഇൻ ഇറ്റ്സ് ഫുൾനെസ് നമ്മളിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നു. പക്ഷേ അതിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ നാം എന്തുകൊണ്ടോ മടിക്കുന്നു. അത് ഭയം കൊണ്ടാകാം, മടി കൊണ്ടാകാം, എന്തുകൊണ്ടുമാകാം. അതിനെ എക്സിസ്റ്റൻസ് പറയാം. പക്ഷേ നമ്മൾ ലൈഫ് എന്ന് പറയണമെങ്കിൽ നാം നമ്മുടെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കാതെ വിതയ്ക്കപ്പെട്ട ഗോതമ്പ് മണികൾ പോലെ വിശാലമായ ലോകത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. അവിടെയുള്ള സാധ്യതകളോട് അതിൻ്റെ പൂർണ്ണതയിൽ ബന്ധം പുലർത്തുവാനും അതിലടങ്ങിയിരിക്കുന്ന വെല്ലുവിളികളും സാധ്യതകളും ഏറ്റവും മഹനീയമായി പ്രയോജനപ്പെടുത്തുവാനും അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ളൊരു ആവേശം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ലിവിങ് ലൈഫ് ഇൻ ഇറ്റ്സ് ഫുൾനെസ്. ഈ ആശയം പോലും മനസ്സിലാക്കാതെ അവർക്ക് ജീവനുണ്ടാകാനോ സമർത്ഥമായ ജീവനുണ്ടാകാനോ അത്ര ഞാൻ വന്നത് എന്ന വിഷയത്തെപ്പറ്റി ഘോരം പ്രസംഗിക്കുന്ന അനേക സുവിശേഷ പ്രസംഗരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരാർക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതർത്ഥത്തിലാണ് അവർ സംസാരിക്കുന്നതെന്ന് എനിക്ക് നാളിതുവരെ മനസ്സിലായിട്ടില്ല. അനേക പ്രസംഗങ്ങൾ കേട്ടതോടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. എൻ്റെ അനുഭവത്തിൽ യേശുവിൻ്റെ പഠിപ്പീരുകളുടെ അർത്ഥവും ആഴവും മറച്ചു വെക്കുവാൻ മാത്രം ഉപകരിക്കുന്ന വചനപ്രഘോഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചില അടിസ്ഥാന തത്വങ്ങൾ വെളിപ്പെടുത്തുവാൻ ഞാൻ നിർബന്ധിതനാകുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ശ്രദ്ധ വെച്ച് ക്ഷമയോടെ കേൾക്കുകയും കേൾക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ അടക്കി വെക്കുക എന്നതല്ല, അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പ്രയോജനപ്പെടുത്തി അതിൽ കൂടെ നമ്മുടെ വ്യക്തിത്വത്തെ നിർമ്മിക്കുക, ട്രാൻസ്ഫർമേഷൻ, രൂപാന്തരപ്പെടുത്തുക എന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ വചനമായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞത്, വേദപുസ്തകം അതിൽ തന്നെ വചനമല്ല, ദൈവവചനമല്ല. അത് ദൈവവചനമാകുന്നത് അതിലുള്ള വിത്തുകൾ നമ്മളുടെ ജീവിതമാകുന്ന മണ്ണിലേക്ക്, ആഴമുള്ള മണ്ണിലേക്ക് വീണ് അത് പൊട്ടിമുളച്ച് അത് വിളവ് നൽകുമ്പോൾ ആ വിളവാണ് ദൈവവചനം. ഇത് എൻ്റെ ആത്യന്തികമായ വിശ്വാസമാണ്. പക്ഷേ പലർക്കും ഇത് കേൾക്കുമ്പോൾ വിമ്മിഷ്ടമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാരമില്ല. അപ്പോൾ ഇനി നമുക്കിത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബന്ധങ്ങളെപ്പറ്റി അല്പം ചിന്തിക്കും. അതുകൊണ്ട് പറഞ്ഞിട്ട് ഇപ്പം തന്നെ സമയം നീണ്ടുപോകുന്നു. ഇപ്പോൾ നമുക്കറിയാം, ലോകത്തിൽ ബഹുഭൂരിപക്ഷം സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ വിമ്മിഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട. എന്നാൽ അതിൻ്റെ മൂല കാരണം എന്താണ് എന്ന് അന്വേഷിക്കുന്നവർ വളരെ വിരളമാണ്. വളരെ താല്പര്യത്തോടും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായി ഒരു പുരുഷനും സ്ത്രീയും ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. വിവാഹം സ്വർഗത്തിൽ നിശ്ചയിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ അറിയുന്നുമില്ല. പക്ഷേ നാം പറയുന്നു. പക്ഷേ അതിൻ്റെ ഫലമായി വലിയ അനുഭൂതി പ്രാപിക്കേണ്ടവർ ശ്വാസം മുട്ടി സ്വയം ശപിച്ചാണ് ഭൂരിപക്ഷം ആളുകളും കഴിയുന്നത്. അത് വെളിയിൽ പ്രകടിപ്പിക്കുന്നില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. മാന്യതയുടെ മൂടുപടം അഴിഞ്ഞു പോകാതിരിക്കേണ്ടതിന് ഇതൊക്കെയും മൗനമായി രഹസ്യമായി സഹിച്ചുകൊണ്ട് ആളുകൾ ഈ ലോകത്തിൽ തന്നെ നരകം അനുഭവിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഒരുപക്ഷെ ഭൂരിപക്ഷം ആളുകൾ തിരിച്ചറിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ മർമ്മം എന്താണ്? മർമ്മം ഒന്ന് മാത്രമാണ്.
നാം ബന്ധങ്ങളിൽ പ്രവേശിക്കുന്നുവെങ്കിലും ഈ ബന്ധങ്ങളൊന്നും ജീവൻ്റെ ബന്ധങ്ങളല്ല. ഇത് മരണത്തിൻ്റെ മർമ്മം കാർമ്മികത്വം ചെയ്യുന്ന, അടക്കി ഭരിക്കുന്ന ബന്ധങ്ങളാണ്. റിലേഷൻഷിപ്സ് നോട്ട് ഓഫ് ലൈഫ് ബട്ട് ഓഫ് ഡെത്ത്. റിലേഷൻഷിപ്സ് ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെത്ത്. ഇത് മനസ്സിലാക്കുക ദയവായി. പ്രത്യേകിച്ച് യുവതീ-യുവാക്കന്മാർ ഇത് മനസ്സിലാക്കണമേ എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ്. ദയവായി 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 നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന ഒരു മർമ്മത്തെയാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നത്, ആവർത്തിക്കുന്നത്. ഇത് മനഃപൂർവ്വമാണ്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഉൽപ്പത്തി പുസ്തകം, വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നത്, അതുകൊണ്ടൊരു പുരുഷൻ അവൻ്റെ അപ്പനെയും അമ്മയും വിട്ട് അവൻ്റെ ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഒരു ശരീരമായി തീരും. ഇതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യബന്ധമെന്ന് പറഞ്ഞാൽ മനുഷ്യബന്ധങ്ങൾ അനേകമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമാണ് സ്ത്രീ പുരുഷ ബന്ധം എന്നതാണ് എല്ലാവരും, ഇപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിലും അല്ലെങ്കിലും ദൈവവിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും മനസ്സിലാക്കുന്നത്. അതിന് യാതൊരു വ്യത്യസ്തമായ വേറിട്ടൊരു അഭിപ്രായമുള്ളതായി ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഈ സ്ത്രീ പുരുഷ ബന്ധം അത് വിതയ്ക്കപ്പെടുന്ന അവസ്ഥയായിരിക്കണം എന്നതാണ് വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ കാഴ്ചപ്പാട്. അവരൊരു ശരീരമായി തീരും. ഇപ്പോൾ ഒരു ഗോതമ്പ് മണി വിതയ്ക്കപ്പെടുന്നത് വരെ ഗോതമ്പ് വ്യത്യസ്തമാണ്, ഭൂമിയും വ്യത്യസ്തമാണ്, മണ്ണും വ്യത്യസ്തമാണ്. പക്ഷേ വിതച്ചു കഴിഞ്ഞാലോ അവ ഒന്നായിത്തീരും. അങ്ങനെ ഒന്നായിത്തീരുമ്പോൾ ആ ഒന്നിപ്പിൻ്റെ നാന്ദിയായി, ആ ഒന്നിപ്പിൻ്റെ ഒരു പ്രതീകമായി ഒരു ശിശു ജനിക്കുന്നു. ഒരു പുരുഷനും ഒരു സ്ത്രീയും ശാരീരികമായി ഒന്നായിത്തീരുന്നതിൻ്റെ പ്രതീകമായി ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഇത് ഏറ്റവും മനോഹരമായി പ്രതിപാദിച്ച ഞാൻ എൻ്റെ അറിവിൽ ഒരു സ്പാനിഷ് ഫിലോസഫറായിരുന്ന മിഗ്യുവൽ ദെ യുനമുനോ, UNAMUNO, മിഗ്യുവൽ MIGUEL, ദെ DE, യുനമുനോ UNAMUNO, ദ ട്രാജിക് സെൻസ് ഓഫ് ലൈഫ്. എന്ന അദ്ദേഹം പറയുന്നത്, ഒരു സ്ത്രീയും പുരുഷനും ഒന്നാകുന്നത് എങ്ങനെയാണ്? ആ ഒന്നായിത്തീരുന്ന യാഥാർത്ഥ്യം വെളിപ്പെട്ട് വരുന്നത് ആ കുഞ്ഞിൽ കൂടെയാണ്. അവരുടെ ബന്ധത്തിൽ കൂടെ ജനിക്കുന്ന കുഞ്ഞിൽ കൂടെ അവരൊന്നായിത്തീരുന്നു എന്നാണ്. അതിനി മുറിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം കൂട്ടിച്ചേർത്തത് വിഭജിക്കരുത്, മുറിച്ചു മാറ്റരുത്. അതാ കുഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നാം വിതയ്ക്കപ്പെടുമ്പോൾ അതിൻ്റെ ഫലമായി നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ സാധ്യതകൾ നിരന്തരം പുറപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതാണ് ഫലം പുറപ്പെടുവിക്കുക എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഫലം ഉണ്ടാകണമെങ്കിൽ നാം നമ്മിൽ തന്നെ ഒതുങ്ങി നിന്നാൽ, അല്ലെങ്കിൽ എല്ലാം സ്വാർത്ഥപരമായ കണ്ണിൽ കൂടെ കാണുകയും സ്വാർത്ഥ താല്പര്യങ്ങളനുസരിച്ച് മാത്രം ബന്ധപ്പെടുകയും ചെയ്യുന്നൊരു വ്യക്തി വിതയ്ക്കപ്പെടാത്ത ഗോതമ്പ് പോലെ തനിയായിരിക്കും. അവൻ്റെ ജീവിതം കൊണ്ട് അവനോ ലോകത്തിൽ ആർക്കുമോ പ്രയോജനമുണ്ടാകുകയില്ല. എന്നാൽ യഥാർത്ഥ ജീവിതം എന്താണ്? ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും, എൻ്റെ ഭാര്യ ഞാനാകുന്ന വിത്ത് വിതയ്ക്കപ്പെടേണ്ട ആഴമേറിയ മണ്ണാണ്. ആഴമുണ്ടാകണം. പക്ഷെ ആ ആഴത്തെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ എനിക്ക് എന്നെ തന്നെ ത്യജിക്കുവാനുള്ള കഴിവുണ്ടാകണം. പക്ഷെ നാം സാധാരണ ചെയ്യുന്നത് എന്താണ്? പുരുഷൻ അവൻ്റെ ആധിപത്യം, അവൻ്റെ ഒരു ഉപകരണമായിട്ട് ഭാര്യ. അത് വിതയ്ക്കപ്പെടുന്ന ബന്ധത്തിൻ്റെ ഘടകവിരുദ്ധമാണ്. അങ്ങനെയുള്ള ബന്ധത്തിൽ കൂടെ ഒരു നന്മയും അനുഭവിപ്പാൻ പുരുഷന് സാധ്യമല്ല, സ്ത്രീക്ക് സാധ്യമല്ല. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനൊരു വിത്താണ്. ആ വിത്ത് വിതയ്ക്കപ്പെടേണ്ടതിന് ദൈവം നൽകിയ ഉപാധിയാണ് സ്ത്രീ. അതുപോലെ തന്നെ സ്ത്രീക്ക് പുരുഷൻ ഒരു ഭൂമിയാണ്, മണ്ണാണ്. സ്ത്രീ ഒരു വിത്താണ്, പുരുഷൻ അവളുടെ മണ്ണാണ്. അവൾ വിതയ്ക്കപ്പെടേണ്ട ഭൂമിയാണ് പുരുഷൻ. പുരുഷൻ വിതയ്ക്കപ്പെടേണ്ട ഭൂമി സ്ത്രീയാണ്. സ്ത്രീ വിതയ്ക്കപ്പെടേണ്ട ഭൂമി പുരുഷനാണ്. ആ താളമേളത്തിൽ മാത്രമേ രണ്ടുപേരും യഥാർത്ഥത്തിൽ
ഒരു ജീവിതം ആരംഭിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ വിവാഹം കഴിക്കും, രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ ജീവിക്കും, അവർ ഒരിക്കലും ഒന്നായിത്തീരുകയില്ല. അവരുടെ ജീവിതം നരകതുല്യമായിരിക്കും. ആ നരകമാണ് ഭൂമിയിൽ ഇപ്പോഴുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു ഗോതമ്പ് മണി വീണ് ചത്താൽ അത് അധിക ഫലം കായ്ക്കും. ആ ഒരു ഫലഭൂഷ്ടിയാണ് മനുഷ്യ ജീവിതത്തിലെ ബന്ധങ്ങളിൽ നിലനിൽക്കേണ്ട ആഹ്ലാദവും ആവേശവും. ആ ആവേശമാണ് വെളിച്ചത്തിൻ്റെ ബന്ധങ്ങൾ ഉണ്ടാകണമെന്നതാണ് ദൈവഹിതം. അത് അനുഭവിക്കുക എന്നാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. The greatest blessedness in the world is to be in a relationship that's fruitful in the sense in which we have seen so far. സമയം കൈവിട്ടുപോയി എന്ന് എനിക്കറിയാം, പക്ഷേ ഈ വിഷയം വളരെ വളരെ വ്യാപ്തിയുള്ളത് കൊണ്ട് അതിൻ്റെ സാധ്യതകളോട് ഞാൻ നീതി പാലിച്ചിട്ടില്ല. ഞാൻ ചുമതല നിങ്ങൾക്ക് വിട്ടുതരികയാണ്, കാരണം ഇനിയും കൂടുതൽ ദീർഘിപ്പിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ. ഗോതമ്പ് മണി വീണ് ചാകുക, ഞാൻ പറഞ്ഞു, ജീവൻ്റെ മർമ്മം വിതയ്ക്കപ്പെടുക എന്നുള്ളതാണ്. വിതയ്ക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിശാലമായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ സ്ഥലം മാറ്റപ്പെടുക. എനിക്ക് വേണ്ടി മാത്രം ഞാൻ ഇതുവരെ ജീവിച്ചു, എന്നാൽ യേശുവിലായി കഴിഞ്ഞാൽ ഞാൻ സർവ്വ സൃഷ്ടിക്ക് വേണ്ടിയും ജീവിക്കും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ്റെ DNA മാറത്തില്ല, അവൻ്റെ സ്പിരിച്വൽ DNA മാറും. അവനൊരിക്കലും അവന് വേണ്ടി പിന്നെ ജീവിക്കുകയില്ല, അവന് വേണ്ടി മാത്രം ജീവിക്കുകയില്ല. അവൻ വിതയ്ക്കപ്പെട്ട ഗോതമ്പ് മണി പോലെ, ഒരു ചെറിയ ഗോതമ്പ് മണി വളരെ വിശാലമായി ഭൂമിയുടെ ആകത്തുകയോടുള്ള ബന്ധത്തിൽ അവൻ കഴിയുകയാണ്. ആ അവസ്ഥ ഫലഭൂഷ്ടിയുടെ അനുഭവമാണ്. അങ്ങനെ മാത്രമേ ഫലഭൂഷ്ടിയുള്ള വ്യക്തിത്വം പ്രാപിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആ ഒരു സാധ്യതയെ സ്വീകരിക്കാൻ മനസ്സില്ലാത്ത വ്യക്തികൾ വിതയ്ക്കപ്പെടാത്ത ഗോതമ്പ് മണികളാണ്. അങ്ങനെയുള്ള രണ്ട് ഗോതമ്പ് മണികൾ സഭയുടെ പശ്ചാത്തലത്തിൽ വിവാഹിതരായി എന്നതുകൊണ്ട് അത് വിവാഹ ജീവിതമാകുന്നില്ല. അത് സ്വർഗം നിശ്ചയിച്ച വിവാഹമല്ല, ജീവിതമല്ല. അതിനകത്ത് ജീവിതമില്ല. അതിനകത്ത് ആകെപ്പാടെയുള്ളത് മരണത്തിൻ്റെ മർമ്മമാണ്. അത് മനുഷ്യനെ ശ്വാസം മുട്ടിപ്പിക്കുന്ന അവസ്ഥയാണ്. അത് അവസാനം വരെ സഹിച്ചു നിൽക്കത്തക്കവണ്ണം സംസ്കാരം, ഹേമം അല്ലെങ്കിൽ നിർബന്ധം പുലർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വിവാഹമോചനം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നാണക്കേടാണ്. ഒരു നാണക്കേടും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതൊരിക്കലും ഒരു ബന്ധമായിരുന്നില്ല. വിതയ്ക്കപ്പെടാത്ത ഗോതമ്പ് മണികൾ രണ്ട് കണ്ണാടി കുപ്പിയിലിട്ട് ആ കുപ്പികൾ മുട്ടിച്ചു വെച്ചിരുന്നു. ഇതൊരിക്കലും ഒരു ബന്ധമായിരുന്നില്ല. ശാരീരികമായി വല്ലപ്പോഴുമൊക്കെ കൂട്ടിമുട്ടി അതിന് ലൈംഗിക ബന്ധമുണ്ടായി. അതുകൊണ്ട് ഒരു ബന്ധമുണ്ടായി എന്ന് നാം വിചാരിക്കരുത്. അത് ബന്ധമല്ല, അത് ബന്ധനമാണ്. അതൊരടിമത്വമാണ്. അത് ചൂഷണത്തിൻ്റെയും പരസ്പര വഞ്ചനയുടെയും അസത്യത്തിൻ്റെയും ഒരു 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 അറേഞ്ച്മെൻറ്റ് മാത്രമാണ്. അതിനെ റിലേഷൻഷിപ്പെന്നോ എക്സിസ്റ്റൻസ് എന്നോ ലൈഫെന്നോ ഒന്നും ആരും പറയരുത്. നാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഉത്തരവാദിത്വ ബോധത്തോടെ, ഭാഷയോടുള്ള ബഹുമാനത്തോടെങ്കിലും നാം വാക്കുകൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയാണ്. ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ ഒരു എന്താണ് പറയുന്നത്, ഓൾ ഇൻക്ലൂസീവ്, കോംപ്രിഹെൻസീവായിട്ടുള്ള എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ ദർശനം രൂപീകരിച്ചെടുക്കാൻ നമുക്ക് കഴിയും. മനുഷ്യ അവസ്ഥയെ മനസ്സിലാക്കുവാനും പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ നിലനിൽക്കേണ്ട അച്ചടക്കം എന്തെന്ന് മനസ്സിലാക്കുവാനും ഈ ഒരേ ഒരു പ്രസ്താവന മാത്രം മതി. അത് വേണ്ടതുപോലെ ഒന്ന് മനസ്സിലാക്കാൻ നാം കൂട്ടാക്കിയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇത് പുരുഷ സ്ത്രീ ബന്ധത്തിൽ മാത്രമല്ല, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും, നാം സമൂഹത്തോട് നിലനിർത്തുന്ന ബന്ധത്തിലും, ഔദ്യോഗിക രംഗങ്ങളിൽ നാം സ്ഥാപിക്കുന്ന ബന്ധങ്ങളിലും, എവിടെയൊക്കെ രണ്ട് പേർ കൂടി വരുന്നു അവിടെയെല്ലാം നാം എപ്പോഴും ഓർക്കുകയും പ്രാവർത്തികമായി അനുസരിക്കുകയും ചെയ്യേണ്ട മർമ്മമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ വിതയ്ക്കപ്പെടുക എന്നുള്ളതാണ്. വിതയ്ക്കപ്പെടാത്ത ഗോതമ്പ് മണി തനിയെ ഇരിക്കും എന്ന് പറഞ്ഞാൽ യാതൊരു
ഫലവും അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്നും ഉണ്ടാകുകയില്ല. അവർ മുരടിച്ചു പോകും. അവരുടെ കൂടെ ജീവിക്കുവാൻ ശപിക്കപ്പെട്ട ആളുകൾ മുരടിച്ചു പോകും. അങ്ങനെയുള്ളവർ അവർക്കും മറ്റുള്ളവർക്കും ശാപമാണ്. ആരൊക്കെ അവരോട് ബന്ധം പുലർത്തുന്നുവോ അവർക്കൊക്കെ അങ്ങനെയുള്ള വ്യക്തിത്വം ശാപമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരവസ്ഥയാണ് യേശു വിതയ്ക്കാൻ പോയവൻ്റെ വിത്ത് വിതയ്ക്കാൻ പോയവൻ്റെ ഉപമയിൽ കൂടെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്ന ആ വിത്ത് അത് വിതയ്ക്കുകയാണ്. പക്ഷേ അത് വിതയ്ക്കുമ്പോൾ എന്താണ്? ചിലത് വഴിയരികിൽ വീഴുന്നു. നല്ല വിത്താണ് വീണത്, പക്ഷേ അവിടെ അത് മുളയ്ക്കാനൊക്കത്തില്ല. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് കൂടുതൽ. നമുക്കറിയാം, എന്തൊക്കെ ചെയ്താലും ആ ഉറഞ്ഞു പോയ ആ ഒരു വഴിയരികില്ലേ, അവിടെ ഒന്നും കിളിക്കുകയില്ല. നാം അധ്വാനിച്ച് ചത്തുപോകത്തേ ഉള്ളൂ. ഒരു പുല്ല് കിളിക്കുകയില്ല. പിന്നെ കൊണ്ട് പാറമേൽ വീണു, മുള്ളിൻ്റെ ഇടയിൽ വീണു. എന്നാൽ ദൈവം മഹത്വീകരിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ വലിയ നീതി കൊണ്ട്, കരുണ കൊണ്ട് ചില വിത്തുകൾ ആഴമുള്ള മണ്ണിൽ വീഴും. അതുകൊണ്ട് ഫലമുണ്ടാകും. ആ ഫലം കൊണ്ടാണ് ഈ ലോകം നിന്നു പോകുന്നത്. ചില ആളുകളുടെ നന്മകൾ, ചില നല്ല വ്യക്തിത്വങ്ങൾ, 1 കോടിയിൽ 1 വ്യക്തിത്വം, അതുകൊണ്ടാണ് ഈ ലോകം നിന്നു പോകുന്നത്. വാസ്തവത്തിൽ നമ്മുടെ അവസ്ഥയുടെ പരിതാപകരമായ സ്ഥിതി തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, പക്ഷേ ഇങ്ങനെയുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നത് ഒരു സഭയുടെ അംഗമായതുകൊണ്ട് എല്ലാം പ്രാപിച്ചു, ഇനി സ്വർഗത്തിലോട്ടുള്ള ടിക്കറ്റും കൂടെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഈ മിഥ്യാലോകത്തിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് സ്വന്തം വ്യക്തിത്വത്തിൻ്റെ, സ്വന്തം ജീവിതത്തിൻ്റെ നരകം പോലും തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യമോ ബോധമോ ഇല്ലാത്തൊരവസ്ഥയിൽ വിശ്വാസികളെന്ന ലേബലും ഒട്ടിച്ചുകൊണ്ട് കഴിയുന്ന കോടിക്കണക്കിന് ആളുകൾ അനുദിനം അനുഭവിക്കുന്ന നരകത്തിൻ്റെ ആ ദുർഗന്ധം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഗോതമ്പ് മണി വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും, വീണ് ചത്താലോ അധിക ഫലം കായ്ക്കും. ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളേവരെയും വഴി നടത്തട്ടെ എന്ന പ്രാർത്ഥനയിൽ ചിന്തകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു.